നമസ്കാരം. പീപ്പിൾസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ ഉള്ളത് പുത്തൂർ താഴം തിരുവാദിശമംഗലം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ്. ഇവിടെ ബലിതർപ്പണത്തിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇതിന്റെ ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ പുരാതന കാലം മുതലേ ബലിതർപ്പണം നടത്തിയിരുന്നു. ബീഹാറിലെ ഗയയിലൂടെ ഒഴുകുന്ന ഫാൽഗു നദിയുടെ തീരത്ത് ഹിന്ദുക്കളും ബുദ്ധന്മാരും പണ്ട് ബലിതർപ്പണം നടത്തിയിരുന്നു. ആ തീരത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ ബലിതർപ്പണം നടത്തിയിട്ട് മഹാവിഷ്ണുവിന്റെ പാതാര ബിംബങ്ങളിൽ സമർപ്പിച്ച് അവർ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിയിൽ എത്തിയിരുന്നു എന്ന് പുരാണങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഈ പുണ്യനദിയായ കല്ലടയാറിന്റെ തീരത്താണ് തിരുവാദിശമംഗലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബലിതർപ്പണം നടത്തി തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും നടത്തും. അതുമാത്രമല്ല, ഇവിടെ പാണ്ഡവർ വിശ്രമിച്ചിരുന്നു എന്നൊരു ഐതിഹ്യവുമുണ്ട്. വളരെ ഭക്തി നിർഭരവും നിയമപരവുമായ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. എല്ലാ ആളുകളെയും അന്നത്തെ ദിവസം ഇവിടത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയെന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ശാസ്താംകോട്ട റൂട്ടിൽ പാങ്ങോട് ആപ്പീസ് മുക്ക് ഇറങ്ങിയിട്ട് വടക്കോട്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുവഴി വരുമ്പോൾ ആദിശമംഗലം ക്ഷേത്രം കാണാം. പിന്നെ എല്ലാ രീതിയും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ബാക്കി ഏതൊരു സ്ഥലത്തെക്കാട്ടിലും നല്ല രീതിയിലുള്ള പൂജകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സമയത്ത് എത്ര പേർക്ക് തർപ്പണം ചെയ്യാൻ പറ്റും? ഒരു 1000 പേർക്ക് ഇരിക്കത്തക്ക സജ്ജീകരണങ്ങൾ ക്ഷേത്രത്തിന്റെ അകത്തും തൊട്ട് പരിസരത്ത് ഫ്രണ്ടിലെ സ്ഥലമൊക്കെ ഇവിടെ അമ്പലത്തെ വകയായിട്ടെല്ലാം വാങ്ങിച്ചു അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ ആളുകളും ഭരണസമിതി ആയാലും നാട്ടുകാരായാലും അല്ലാത്തവരായാലും എല്ലാം നല്ല രീതിയിൽ ഇവിടെ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസുദേവര് സ്വാമിയാജി പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിലഹവനം നടത്തുന്നത്. ശ്രീശൈലം നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മറ്റ് 3 കർമ്മികളോട് ചേർന്ന് നമ്മുടെ 2 പന്തലിൽ ഒരേ സമയം 1000 പേർക്ക് ഇരിക്കാവുന്ന 2 പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആ പന്തലിലാണ് ബലിതർപ്പണം നടത്തുന്നത്. ബലി കഴിച്ച ദ്രവ്യങ്ങളും അതെല്ലാം കൂടെ ആറ്റിൽ ഒഴുക്കി മുങ്ങിക്കുളിച്ച് തിരിച്ചു വന്ന് ദക്ഷിണയും കൊടുത്ത് തിലവനവും നടത്തി പാൽപ്പായസവും കഴിപ്പിച്ച് അന്നദാനവും കഴിച്ച എന്നുവെച്ചാൽ രാവിലെ 6 മണി മുതൽ അന്നദാനം കഞ്ഞിയും പയറുമാണ്. എത്ര പേര് വന്നാലും അവർക്കെല്ലാം ഈ കഞ്ഞിയും പയറും നമ്മൾ അന്നദാനമായി സൗജന്യമായി കൊടുക്കുക. ആൾക്കാർക്ക് അറിയാം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ അവിടെ എല്ലാം വടം വെച്ച് കെട്ടി മുള കെട്ടി അതുപോലെ വല കൊണ്ടുവന്ന് അവിടെ എല്ലാം വലിച്ചു കെട്ടി എല്ലാം റെഡിയാക്കി ആറിന്റെ സൈഡെല്ലാം കഴുകി വൃത്തിയാക്കി പോച്ചയെല്ലാം ചെത്തി വാരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് ഇവരുടെ എല്ലാം നല്ല ശക്തമായ പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട്. അവരെല്ലാം അന്നേ ദിവസം ഇത് കഴിയുന്നവരെ നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്നുണ്ട്. അതിലപ്പുറം നമ്മുടെ നാട്ടുകാരായ നല്ലവരായ ആൾക്കാർ ഈ കടവിൽ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തി ആർക്കും ഒരു അപകടവും വരാത്ത രീതിയിൽ ശ്രദ്ധ ചെലുത്തി ലൈഫ് ഗാർഡും എല്ലാ സജ്ജീകരണങ്ങളും കൂടി എല്ലാം ചെയ്തു. അതുപോലെ 600-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രവും അതിനോടനുബന്ധിച്ച ഒരു മുത്തശ്ശി മരവും ആ പഴക്കത്തിനനുസരിച്ചുള്ള ഒരു മുത്തശ്ശി മരവും നമ്മുടെ ക്ഷേത്രത്തിന് ഉണ്ട്. ഈ നാടിന്റെ ഒരു അഭിമാനമായിട്ടാണ് നമ്മുടെ ഈ വാവുബലി നടക്കുന്നതും ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങളും ചടങ്ങുകളും വഴിപാടുകളും എല്ലാം നടക്കുന്നത്. ബുക്കിംഗ് നടന്ന ബുധനാഴ്ച, അതായത് 31-ാം തീയതി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ അവിടെ ക്ഷേത്രത്തിൽ ദേവസ്വം ഓഫീസിൽ നിന്നും ടിക്കറ്റ് വാങ്ങാം. ചടങ്ങ് രാവിലെ 4 മണി മുതൽ ഏകദേശം ഒരു 1:30-2 മണി വരെ കാണും. 2 മണി വരെ എന്ന് പറഞ്ഞാൽ പിന്നെ ആള് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ നടത്തി കൊടുക്കും. സമയം 2 മണി വരെ ക്രമീകരിച്ചിരിക്കും നമ്മള്. ഇല്ലല്ല, ഒറ്റ ദിവസമുള്ളൂ നമ്മൾ ഇവിടെ നടത്തുന്നത്. അത് റിക്കാർഡിക്കലായിട്ട് 3-ാം തീയതിയാണ് മൊത്തത്തിൽ വലിയ നടത്തുന്നത്. ആ ഒരു ഇത് പിന്നെ കുറച്ച് സമയം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കും. അന്ന് വരുന്ന എല്ലാവർക്കും അവരുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. യാതൊരു തെക്കും തിരക്കും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ വെള്ളത്തിനായാലും ചുക്ക് കാപ്പിയായാലും എന്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും. ഒരു സമയത്ത് എത്ര പേർക്ക് സ്നാനഘട്ടത്തിൽ ഇറങ്ങാൻ പറ്റും? 500 പേർക്ക് ഇവിടെ ഇറങ്ങി 500 പേർക്ക് ഇറങ്ങി കുളിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഷവർ വെക്കുന്നുണ്ട്. ഇറങ്ങാൻ വയ്യാത്തവർക്ക് ഷവറിൽ പിന്നെ കുളിക്കാം, കുളിച്ചിട്ട് കയറാം.
പിന്നെ വേറെ ഈ ലൈഫ് ഗാർഡ് അങ്ങനെയൊക്കെ ഉണ്ട്. ലൈഫ് ഗാർഡ് ഇവിടെ ലൈഫ് ഗാർഡ് എല്ലാം ഒന്നുണ്ട്. സുരക്ഷാ വേലി എല്ലാം കെട്ടിയിട്ടുണ്ട്. അതിന് പിന്നെ അതുകൂടാതെ ഈ ഇത് ആൾക്കാരെ എന്തെങ്കിലും അപകടസ്ഥിതിയോ വല്ല വന്നു കഴിഞ്ഞാൽ അതിനുള്ള ആൾക്കാരിവിടെ തയ്യാറായി നിൽക്കും. ആ റൂട്ട് എന്ന് പറഞ്ഞാൽ അടൂർ ഭാഗത്തു നിന്ന് വരുന്നവര് കടമ്പനാട് ഞാങ്കടവ് വഴി ക്ഷേത്രത്തിലെത്താം. കൊട്ടാരക്കര ഭാഗത്തു നിന്ന് വരുന്നവര് കൊട്ടാരക്കര, പുത്തൂര്, കാഴ്ച ഫാക്ടറി വഴി ക്ഷേത്രത്തിലെത്താം. ശാസ്താംകോട്ട ഭാഗത്തു നിന്ന് വരുന്നവര് ശാസ്താംകോട്ട, പാങ്ങോട് വഴി ക്ഷേത്രത്തിലെത്താം. അതുപോലെ തന്നെ തിരികെയും അതുവഴി തന്നെ നമുക്ക് പോകാനുള്ള ക്രമീകരണങ്ങളും ട്രാഫിക്കും എല്ലാം നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ ആൾക്കാരെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 7-ാം മൈലി വരുന്നവർക്ക് 7-ാം മൈലിൽ നെടിവിള വന്നിട്ട് നെടിവിളയിൽ നിന്ന് പാങ്ങോട് വന്നിട്ട് ക്ഷേത്രത്തിലെത്താവുന്ന രീതിയിലാണ്. എല്ലാ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ വീടുകളെല്ലാം ഗേറ്റ് തുറന്നു കൊടുത്തിട്ട് പിന്നെ അവിടെ ഒരു ശ്രീഹരി സ്കൂളുണ്ട്. ആ സ്കൂളിൽ കയറ്റി മൊത്തം ഇടാം. പിന്നെ എല്ലാ വീടുകളും ഗേറ്റ് തുറന്ന് നല്ല രീതിയിൽ സഹകരിച്ച് വണ്ടി വെക്കാനുള്ള സൗകര്യം, പിന്നെ റോഡിന്റെ 2 സൈഡിലും വാഹനങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങൾ. അതുപോലെ ഇവിടെ കാഷ്യൂ ഫാക്ടറി, ഓട് കമ്പനി, കട്ട കമ്പനി അവിടെ എല്ലാം സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം വണ്ടി വെക്കാനുള്ള ഇഷ്ടം പോലെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.